ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്രൻറ്റീസസ് ആക്ട് 1961 1961 നിലവിൽ വന്ന അപ്രൻറ്റീസസ് ആക്ടിനെ കുറിച്ചാണ്. എന്തിനാണ് അപ്രൻറ്റീസസ് ആക്ട് എന്ന് നമുക്ക് നോക്കാം. ടു പ്രൊവൈഡ് ഓൺ ദ ജോബ് ട്രെയിനിങ് ആൻഡ് എൻഹാൻസിങ് ദ എംപ്ലോയബിലിറ്റി ഓഫ് ജോബ് സീക്കേഴ്സ്. തൊഴിൽ അന്വേഷിക്കുന്ന ആളുകൾക്ക് തൊഴിൽ സാധ്യത വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓൺ ദ ജോബ് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുക. ഈ ഓൺ ദ ജോബ് ട്രെയിനിങ് എന്ന് പറയുന്നത് ജോലി ചെയ്യിപ്പിച്ചു കൊണ്ടുള്ള ട്രെയിനിങ് ആണ്. യഥാർത്ഥ വർക്ക് ചെയ്യിപ്പിച്ചു കൊണ്ടുള്ള ട്രെയിനിങ്ങിനെയാണ് നമ്മൾ ഓൺ ദ ജോബ് ട്രെയിനിങ് എന്ന് പറയുന്നത്. പ്രസൻറ്റേഷനിലൂടെയോ വീഡിയോ ക്ലാസ്സിലൂടെയോ ഒക്കെ ട്രെയിനിങ് കൊടുക്കുന്നതിനെ നമുക്ക് ഓഫ് ദ ജോബ് ട്രെയിനിങ് എന്നും പറയാം. അപ്പോൾ ഇവിടെ ഓൺ ദ ജോബ് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് അപ്രൻറ്റീസസ് ആക്ടിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ടു റെഗുലേറ്റ് ആൻഡ് കൺട്രോൾ ദ പ്രോഗ്രാം ഓഫ് ട്രെയിനിങ് ഓഫ് അപ്രൻറ്റീസസ് ഇൻ ദ ഇൻഡസ്ട്രി. ഇൻഡസ്ട്രികളിൽ ട്രെയിനിങ് നൽകുന്ന അത് കൺട്രോൾ ചെയ്യുക, റെഗുലേറ്റ് ചെയ്യുക. അപ്പോൾ ഇൻഡസ്ട്രികളിൽ നൽകുന്ന ട്രെയിനിങ്ങുകൾ കൺട്രോൾ ചെയ്യുകയും റെഗുലേറ്റ് ചെയ്യുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നതിനെയാണ് ഒന്നാമത്തെ ഒരു ലക്ഷ്യമായിട്ട് പറയുന്നത്. അപ്രൻറ്റീസസ് ആക്ടിൻ്റെ ഒന്നാമത്തെ ലക്ഷ്യം. രണ്ടാമത്തെ ഒരു ലക്ഷ്യമായിട്ട് പറയുന്നത് ടു യൂട്ടിലൈസ് ഫുള്ളി ദ ഫെസിലിറ്റീസ് അവൈലബിൾ ഇൻ ഇൻഡസ്ട്രി ഫോർ ഇമ്പാർട്ടിംഗ് പ്രാക്ടിക്കൽ ട്രെയിനിങ്. ഇൻഡസ്ട്രിയിലുള്ള മുഴുവൻ സൗകര്യങ്ങളും പ്രാക്ടിക്കൽ ട്രെയിനിങ്ങിന് ഉപയോഗപ്പെടുത്താം. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു KSRTCയിൽ ഇപ്പോൾ ഒരാൾ ട്രെയിനിങ്ങിന് പോവുകയാണ്. അപ്പോൾ അയാൾക്ക് ഒരു അപ്രൻറ്റീസ് ട്രെയിനിങ്ങിന് പോകുന്നത് അവിടുത്തെ എല്ലാ ജോലികളും പഠിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ അവിടെ എന്ത് ചെയ്യുന്നു, ഈ ട്രെയിനിങ്ങിന് പോകുന്ന അപ്രൻറ്റീസിനെ കൊണ്ട് എല്ലാ ദിവസവും ബസ് ക്ലീൻ ചെയ്യിക്കുക, അതല്ലെങ്കിൽ ടയർ അയക്കുക, ഇങ്ങനെയുള്ള ജോലികൾ മാത്രം ചെയ്യാണ്. അപ്പോൾ അങ്ങനെ മാത്രം ചെയ്യിപ്പിച്ചത് കൊണ്ട് ആ ട്രെയിനിക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും കിട്ടാനില്ല. അപ്പോൾ അവിടെയുള്ള എല്ലാ വർക്കുകളും ഈ ട്രെയിനിയെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും ആ ട്രെയിനിക്ക് അതിലൊക്കെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഉണ്ടാക്കുകയും വേണം. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കാര്യം കൊണ്ടുവരിക എന്നുള്ളതാണ് രണ്ടാമത്തെ ലക്ഷ്യമായിട്ട് പറയുന്നത്. അതായത് ഒരേ ജോലി മാത്രം ചെയ്യിപ്പിക്കാതെ ആ ഒരു ഇൻഡസ്ട്രിയായിട്ട് ബന്ധപ്പെട്ട എല്ലാ ജോലികളും ഈ ട്രെയിനിയെ കൊണ്ട് ചെയ്യിക്കുകയും അതിലെല്ലാം ഈ ട്രെയിനിക്ക് ഒരു ബെറ്റർ എക്സ്പീരിയൻസ് നൽകുകയും ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ലക്ഷ്യമായിട്ട് പറയുന്നത്. അടുത്തത് അപ്രൻറ്റീസസ് ആക്ട് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് ഏത് അതോറിറ്റിയാണ് എന്നുള്ളതാണ്. DGE&T ആണ്. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് ട്രെയിനിങ് എന്ന് പറയും. അവരാണ് ഇത് ഈ ഒരു ആക്ട് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇവർ അണ്ടർ മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെൻറ്റിൻ്റെ കീഴിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, കേന്ദ്ര തൊഴിൽ മന്ത്രാലയത്തിൻ്റെ കീഴിലാണ് വർക്ക് ചെയ്യുന്നത്. റീജിയണൽ ഡയറക്ടറേറ്റ് ഓഫ് അപ്രൻറ്റീസ്ഷിപ്പ് ഉണ്ട്. അവർ ആ ഓഫീസുകൾ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് കൊൽക്കത്ത, മുംബൈ, ചെന്നൈ, ഹൈദരാബാദ്, കാൺപൂർ ആൻഡ് ഫരീദാബാദ്. 6 റീജിയണൽ ഡയറക്ടറേറ്റാണ് ഇന്ത്യയിലുള്ളത്. അപ്പോൾ ഇംപ്ലിമെൻറ്റേഷൻ അതോറിറ്റി എന്ന് പറയുന്നത് DGE&T ആണ്, ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് ട്രെയിനിങ്. അടുത്തത് ഒരു അപ്രൻറ്റീസ്ഷിപ്പിന് പോകാൻ നമുക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ എന്താണ് എന്നുള്ളതാണ്. ഒന്നാമത്തെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നോട്ട് ലെസ് ദാൻ 14 ഇയേഴ്സ് ഓഫ് ഏജ്. അതായത് നിങ്ങൾക്ക് 14 വയസ്സ് തികഞ്ഞിരിക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ ക്വാളിഫിക്കേഷൻ. രണ്ടാമത്തെ ക്വാളിഫിക്കേഷൻ സാറ്റിസ്ഫൈ സ്റ്റാൻഡേർഡ് ഓഫ് എഡ്യൂക്കേഷൻ. നിങ്ങൾ ഏത് വിഭാഗത്തിലേക്കാണോ അപ്രൻറ്റീസ്ഷിപ്പിന് പോകേണ്ടത് ആ ഒരു എഡ്യൂക്കേഷൻ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അതായത് നിങ്ങളൊരു KSEB ആയിട്ട് ബന്ധപ്പെട്ട ഒരു അപ്രൻറ്റീസ്ഷിപ്പിനാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സുകൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. നിങ്ങൾ KSRTC ആയിട്ട് ബന്ധപ്പെട്ട അപ്രൻറ്റീസ്ഷിപ്പിനാണ് പോകുന്നതെങ്കിൽ അതുമായി റിലേറ്റ് ചെയ്ത ഓട്ടോമൊബൈലുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കോഴ്സുകൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ രണ്ടാമത്തെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഓഫ് എഡ്യൂക്കേഷൻ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതാണ്. മൂന്നാമത്തേത് നിങ്ങൾ ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം. അപ്പം 3 ക്വാളിഫിക്കേഷൻ ക്രൈറ്റീരിയ പറയുന്നത് 3 എണ്ണമാണ്. 1 14 വയസ്സ് കഴിഞ്ഞിരിക്കണം, 2 സ്റ്റാൻഡേർഡ് ഓഫ് എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കണം, മൂന്നാമത്തേത് നിങ്ങൾ ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം. ദെൻ കാറ്റഗറി ഓഫ് അപ്രൻറ്റീസ് ആണ്. ടൈപ്സ് ഓഫ് അപ്രൻറ്റീസസ്. ഏതൊക്കെ ടൈപ്പാണ് അപ്രൻറ്റീസസ്? 3 ടൈപ്പാണ് പറയുന്നത്. ഫസ്റ്റ് വൺ ഗ്രാജുവേറ്റഡ് അപ്രൻറ്റീസസ്, രണ്ടാമത്തേത് ടെക്നിക്കൽ അപ്രൻറ്റീസസ്, മൂന്നാമത്തേത് ടെക്നീഷ്യൻ ഓർ വൊക്കേഷണൽ അപ്രൻറ്റീസസ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷനും കൂടെ പറയാം. ഫസ്റ്റ് വൺ ആയിട്ടുള്ള ഗ്രാജുവേറ്റഡ് അപ്രൻറ്റീസസ് എന്ന് പറയുന്നത് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം അപ്രൻറ്റീസ്ഷിപ്പിന് പോകുന്ന ആളുകളെയാണ് നമ്മൾ ഗ്രാജുവേറ്റഡ് അപ്രൻറ്റീസസ് എന്ന് പറയുന്നത്. ദെൻ ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ്, പോളിടെക്നിക്കൊക്കെ കഴിഞ്ഞിട്ട് അപ്രൻറ്റീസ്ഷിപ്പിന് പോകുന്ന ആളുകളെയാണ് നമ്മൾ ടെക്നിക്കൽ അപ്രൻറ്റീസസ് എന്ന് പറയുന്നത്.
ദെൻ ടെക്നീഷ്യൻ ഓർ വൊക്കേഷണൽ അപ്രൻറ്റീസ്, സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ, വൊക്കേഷണൽ കോഴ്സുകൾ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ VHSC കോഴ്സുകൾ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് കോഴ്സുകളൊക്കെ കഴിഞ്ഞിട്ട് അപ്രൻറ്റീഷിപ്പിന് പോകുന്ന ആളുകളെയാണ് ടെക്നീഷ്യൻ ഓർ വൊക്കേഷണൽ അപ്രൻറ്റീസ് എന്ന് പറയുന്നത്. അടുത്തത് പീരീഡ് ഓഫ് ട്രെയിനിങ് ആണ്. പീരീഡ് ഓഫ് ട്രെയിനിങ് എന്ന് പറയുന്നത് ഓരോ ട്രേഡിനെയും ബേസ് ചെയ്തുകൊണ്ട് 6 മാസം മുതൽ 4 വർഷം വരെ എന്ത് ചെയ്യുന്നുണ്ട്, പീരീഡ് ഓഫ് ട്രെയിനിങ് വരുന്നുണ്ട്. ദെൻ പേയ്മെൻറ്റ് ഓഫ് സ്റ്റേയ്പെൻ്റ് ആണ്. ആസ് പെർ ഗവൺമെൻറ് നോംസ് പ്രകാരമാണ് ഇവർക്ക് സ്റ്റേയ്പെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ അടുത്ത ട്രെയിനിങ് പ്രോഗ്രാം, എങ്ങനെയാണ് അപ്രൻറ്റീഷിപ്പ് ട്രെയിനിങ് പ്രോഗ്രാമിൻ്റെ സ്റ്റേജസ്, ഫേസസ് എന്നുള്ളതാണ് നോക്കുന്നത്. ഫസ്റ്റ് വൺ ബേസിക് ട്രെയിനിങ് ആണ്. അപ്പോൾ ഏതൊരു അപ്രൻറ്റീഷിപ്പിന് നമ്മൾ ആദ്യമായിട്ടുള്ള 3 സ്റ്റേജിലാണുള്ളത്. അതിൽ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ബേസിക് ട്രെയിനിങ് ആണ്. ആ സിലബസ് പ്രകാരമുള്ള ഒരു ബേസിക് ട്രെയിനിങ് കൊടുക്കും. ഓക്കെ, പക്ഷേ ഇതിൽ ITI ക്വാളിഫൈഡ് അപ്രൻറ്റീസ് എക്സംപ്റ്റഡ് ഫ്രം ദ ബേസിക് ട്രെയിനിങ്. ITI ക്വാളിഫൈ ചെയ്ത ITI കോഴ്സുകൾ, NCVT കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്ത ആളുകൾക്ക് ഈ ഒരു ബേസിക് ട്രെയിനിങ് എക്സംപ്റ്റഡ് ആണ്, അവർക്കത് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ബേസിക് ട്രെയിനിങ് കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഷോപ്പ് ഫ്ലോർ ട്രെയിനിങ് ആണ്. അതായത് പ്രാക്ടിക്കൽ ട്രെയിനിങ് കൊടുക്കും. മൂന്നാമത്തേത് ഈ പ്രാക്ടിക്കൽ ട്രെയിനിങ്ങിൻ്റെ കൂടെ ഒരു റിലേറ്റഡ് ഇൻസ്ട്രക്ഷൻസ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യും. അതാണ് റിലേറ്റഡ് ഇൻസ്ട്രക്ഷൻ. അപ്പോൾ അപ്രൻറ്റീഷിപ്പ് ട്രെയിനിങ് 3 സ്റ്റേജസ് ആയിട്ടാണ് പറയുന്നത്. ബേസിക് ട്രെയിനിങ്, ഷോപ്പ് ഫ്ലോർ ട്രെയിനിങ്, അതേപോലെ തന്നെ റിലേറ്റഡ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയും. അടുത്തത് കോൺട്രാക്റ്റ് ഓഫ് അപ്രൻറ്റീഷിപ്പാണ്. അപ്രൻറ്റീഷിപ്പിൻ്റെ കോൺട്രാക്റ്റ് മൈനർ ആണ് എങ്കിൽ അപ്രൻറ്റീഷിപ്പ് ചെയ്യണമെങ്കിൽ നമുക്കൊരു കോൺട്രാക്റ്റ് വേണം. ആ കോൺട്രാക്റ്റ് എംപ്ലോയറും അപ്രൻറ്റീസും ആണ്. ഇനി എനി കേസ് അപ്രൻറ്റീസ് 18 വയസ്സാവാത്ത ആളാണ് എങ്കിൽ, മൈനർ ആണെങ്കിൽ, അവിടെ അവരുടെ ഗാർഡിയനും എംപ്ലോയറും തമ്മിലാണ് കോൺട്രാക്റ്റ് വരുന്നത്. ദെൻ പാർട്ടീസ് ഇൻവോൾവ്ഡ് ഇൻ ദ കോൺട്രാക്റ്റ്. ഒരു അപ്രൻറ്റീഷിപ്പ് കോൺട്രാക്റ്റിൽ ഉള്ള പാർട്ടീസ് ആരൊക്കെയാണെന്ന് നോക്കാം. സാധാരണ ഇപ്പോൾ ബേസിക്കലി പറഞ്ഞാൽ കോൺട്രാക്റ്റിലുള്ളത് അപ്രൻറ്റീസും എംപ്ലോയറും മാത്രമാണ്. പക്ഷേ അവിടെ ഗവൺമെൻറ്റും കൂടെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് 3 പാർട്ടീസ് ഇൻവോൾവ്ഡ് ഇൻ ദ കോൺട്രാക്റ്റ് പറയുന്നത്: ഗവൺമെൻറ്, എംപ്ലോയർ, അപ്രൻറ്റീസ്. ഓക്കെ, താങ്ക് യു.